ഗൈസ് അങ്ങനെ വൺ പീസിന്റെ ചാപ്റ്റർ ആയുള്ള 1778 ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സ് നമുക്ക് ഇടയിലുണ്ട്. സോ അതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വരുന്ന ചാപ്റ്റർ അതായത് 1778 വരുന്ന വെള്ളിയാഴ്ച തന്നെ റിലീസാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആ വീഡിയോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി, പിന്നെ ഇതേപോലുള്ള സ്പോയിലേഴ്സ് വീഡിയോ ഒന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ PG ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഗൈസ്, ഈ ചാപ്റ്ററിന്റെ പേര് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ എന്നാണ്. കവർ പേജിനകത്ത് നമ്മുടെ കിഡിനാണ് കാണാൻ സാധിക്കുന്നത്. കിഡിന്റെ കൂടെ ഒരു ചെറിയൊരു ബുള്ളും ഉണ്ട്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ലൂഫി ഉസോപ്പിനെ ബ്രോക്കിനെ നമ്മുടെ സാഞ്ചിയുടെ ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ സമയം ലോക്കിയായിട്ട് ഇമുനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇമു അവൻ ചെയ്ത എല്ലാ അറ്റാക്കും കംപ്ലീറ്റ്ലി ഡോഡ് ചെയ്യുന്നുണ്ട്. ലൂഫി തിരിച്ചു വരാൻ നേരത്ത് ഇമു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തിരുന്നു. എന്നൊരു ബ്ലാക്ക് ഷേപ്പുള്ള ലൈക്ക് സിമിലർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റേനെ പോലെ ഉണ്ട്. എന്നാൽ ആ ഒരു രൂപത്തിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഇമു ലൂഫിനെ ലോക്കിനെയൊക്കെ സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡോമി റിവേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മേത്ത് അതിന് ഒരു തരത്തിലുള്ള എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. പെട്ടെന്ന് ലൂഫി തന്റെ ഗാറ്റ്ലിംഗ് ഗൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമുനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലോക്കിയാട്ടെ തന്റെ ജോയിന്റ് ഫോമിലേക്ക് മാറിയിട്ട് റാഗ്നർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മാസീവുള്ള അറ്റാക്ക് ചെയ്ത് ഇമുനെ ഫ്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇമ്മുവിന്റെ ബോഡിയായിട്ട് പതുക്കെ അവിടുന്ന് മാഞ്ഞു പോയി ആ ഒരു ഐസിൽ നിന്ന് തന്നെ ഡിസിപ്പിയർ ആകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എൽബഫിന്റെ ആ ഒരു സിറ്റുവേഷൻ ആണ്. എൽബഫ് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുണ്ട്. സോളും റോബിനും നമ്മുടെ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരവിടെ വന്നപ്പോൾ അവിടെ ഒരു തരത്തിലെ പുസ്തകങ്ങളും ഇല്ലായിരുന്നു. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഔളുണ്ടല്ലോ, അതും അവിടുന്ന് ഡിസിപ്പിയർ ആയിട്ടുണ്ട്. സോറോയുടെ ഗ്രൂപ്പും ഏകദേശം ആ ഒരു ഡോമി റിവേഴ്സി ആർമിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന്റെ വക്കത്താണ്. അപ്പോഴേക്ക് അവിടെ നമ്മുടെ ചോപ്പർ വന്ന് ബാക്കിയുള്ള കാര്യം നമ്മുടെ ചോപ്പറും കൂടെ നോക്കും. ഇതേ സമയം നമ്മുടെ ഷോമേഴ്സ് ഉണ്ടല്ലോ, അവൻ റിക്കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ റിക്കവർ ചെയ്യുന്നിടത്ത് അവന് ഒരു ഹ്യൂമൻ ഹേർട്ടില്ലായിരുന്നു. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചാപ്റ്റർ വരുന്നിടത്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നിടത്ത് ലൂഫി നോർമലായിട്ട് മാറി. പക്ഷെ കംപ്ലീറ്റ്ലി ടയേർഡ് ആയിട്ടുണ്ട്. പുള്ളിക്ക് ഒരു തുള്ളി എനർജി പോലും ഇല്ല. എന്നാൽ ഇതേ സമയം മെറി ജ്യൂസിലാട്ടെ നമ്മുടെ ഈ ഗൊറോസ് എടുക്കെ ഒരു കാര്യം പറയും. ഇനി കുറച്ച് നാളത്തേക്ക് ക്യാസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുവാണെന്ന്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനി വരുന്ന ചൊവ്വാഴ്ച നമുക്ക് സ്പോയിലേഴ്സും അടുത്ത വെള്ളിയാഴ്ച നമുക്ക് 1779 കിട്ടുന്നതായിരിക്കും. സോ മിസ്സാകരിക്കാൻ വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട.